വിശുദ്ധ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഈ 3:30 സമയം ഈ ചത്തോങ്കര ജംഗ്ഷന്റെ പല ഭാഗങ്ങളിലുമായി നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ വചനങ്ങളെ കുറിച്ച് കാതോർക്കുന്ന ഈ ചത്തോങ്കര ജംഗ്ഷനിലുള്ള എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും ക്രിസ്തോശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങളൊരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. ഇവിടെ പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷ വചനങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാൻ കടന്നു വരാറുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മിക്കവാറും ആൾക്കാർക്കൊക്കെ എന്നെ പരിചയമുണ്ട്. എന്നാൽ ഒരു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും നമ്മെ പരിചയമുണ്ടാകണമെന്നില്ല. കാരണം ഒരു സിറ്റി വഴി പല യാത്രക്കാരാ ഇന്ന് വരുന്നയാളായിരിക്കണമെന്നില്ല നാളെ വരുന്നത്, നാളെ വരുന്നയാളായിരിക്കണമെന്നത് മറ്റന്നാൾ വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും ആൾക്കാർ മാറി മാറി യാത്ര ചെയ്യുന്നൊരു വേദിയാണ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ടൗൺ പ്രസംഗം എന്തുകൊണ്ടാണ് ദിവസവും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് കേൾക്കുന്നയാൾ തന്നെ നാളെ പ്രസംഗം കേൾക്കണമെന്നൊന്നും വ്യവസ്ഥയോ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇന്നലെ പ്രസംഗിച്ചതാണ് ഞാൻ ഈ വേദിയിൽ. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് പിന്നെയും പ്രസംഗമെന്നൊരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ചിന്ത വരാം. ഞാനൊരു ചെറിയ കാര്യം മാത്രം ചോദിക്കട്ടെ. രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നല്ലോ നമ്മൾ. അത് ചപ്പാത്തിയാണോ, പുട്ടാണോ, കപ്പയാണോ, അല്ലെങ്കിൽ മറ്റു ഇഡ്ഡലിയാണോ, ദോശയാണോ എന്ന് ചോദിക്കുന്നില്ല. രാവിലെ ഭക്ഷണം കഴിച്ചാലോ എന്തിനാ ഉച്ചയ്ക്ക് കഴിച്ചേ? വിശന്നത് കൊണ്ടല്ലേ. ഇവിടെ ഉച്ചയ്ക്ക് കഴിച്ചത് കൊണ്ട് വീട്ടിൽ ചെന്ന് വൈകിട്ട് കഴിക്കാതെ കിടക്കുക ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ സുവിശേഷ വചനത്തിന് സമയവും സന്ദർഭവും ഒന്നും നോക്കണ്ട. കർത്താവ് പറയുന്ന സമയത്ത് യേശുവിനെ പ്രസംഗിക്കണം. ഇന്നലെ പ്രസംഗിച്ചത് കൊണ്ട് ഇന്ന് പ്രസംഗം വേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ വചനം എപ്പോഴും പ്രസംഗിക്കാനുള്ളതാണ്. യേശുവിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചിന്ത അത് മതി എന്ന് നമ്മൾ മാനുഷികമായി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമ്മൾ എല്ലാ സമയങ്ങളിലും പ്രസംഗിക്കണം, എല്ലാ സമയങ്ങളിലും കർത്താവിനെ അറിയിക്കണം എന്നുള്ളത് കർത്താവിന്റെ ആഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ സുവിശേഷമാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. രാവിലെ മുതൽ ഞങ്ങൾ ഇങ്ങനെ പല വേദികളിലും വീഡിയോ വെച്ച് പിടിക്കുന്നുണ്ട്. രാവിലെ മന്നമരുതിയിലുണ്ടായിരുന്നു. അതിനുശേഷം ബസ് സ്റ്റാൻഡിനകത്ത് കർത്താവിനെ പ്രസംഗിക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നീട് ഞങ്ങൾ മാമുക്കിൽ പ്രസംഗം ഇതുപോലെ ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇപ്പം ഈ ചത്തോങ്കരയിലേക്ക് വന്ന് ഞാൻ പറഞ്ഞത് ചത്തോങ്കരയിൽ ഒരു പ്രത്യേക കാര്യത്തിന് ഇന്നിപ്പം ഇങ്ങോട്ട് വന്നതല്ല. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലും പ്രസംഗിച്ചു വരുന്ന കൂട്ടത്തിൽ ഇപ്പൊ ചത്തോങ്കരയിലും പ്രസംഗം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഞങ്ങളങ്ങ് പോവുക. ഞാൻ പറഞ്ഞത് കർത്താവ് ജനിച്ചത് ദാവീദിന്റെ പട്ടണത്തിലാണ്. ഇന്ത്യയിലായി നമ്മളൊക്കെ യേശുവിനെ അറിഞ്ഞല്ലോ. ദാവീദിന്റെ പട്ടണത്തിൽ മാത്രം യേശുവിനെ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു എങ്കിൽ ഇവിടെ ഒന്നും നമ്മൾ യേശുവിനെ അറിയില്ലായിരുന്നു. അപ്പോൾ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന സ്ഥലമെന്നോ ഇന്ന സാഹചര്യമെന്നോ ഇന്ന സന്ദർഭമെന്നോ ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും യേശുവിനെ പ്രസംഗിക്കാം. പക്ഷെ ഒന്നുണ്ട്, അവൻ ഒരുക്കമുള്ളവനായിരിക്കണം. ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതന് മാത്രമേ ഏതു സമയത്തും കർത്താവിനെ പ്രസന്റ് ചെയ്യാനൊക്കത്തുള്ളൂ. യേശുവിനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ ഒരുക്കമുള്ള ഒരു ദൈവവൈതലായി നമ്മൾ ജീവിക്കണം. രാവിലെ ഞങ്ങള് മന്നമരുതിയിൽ പ്രസംഗിച്ച വിഷയം മകനെ കുറിച്ചാണ്. ഒരുവൻ യേശു ക്രിസ്തുവിലായി കഴിയുമ്പോൾ ആരായി മാറും? മകനായി കഴിയും. രണ്ടാമത് ബസ് സ്റ്റാൻഡിൽ പ്രസംഗിച്ച വിഷയം രക്തസ്രാവക്കാരി സ്ത്രീയെ കുറിച്ചാണ്. 12 വർഷം രോഗത്താൽ ഭാരപ്പെട്ട ഒരു സ്ത്രീക്ക് കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം ലഭിച്ച പശ്ചാത്തലമാണ്. മൂന്നാമത് ഞങ്ങൾ മാമുക്കിൽ പ്രസംഗിച്ച അവിടെ പ്രസംഗിച്ചത് മാമുക്കിൽ പ്രസംഗിച്ചത് പത്രോസിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത വ്യക്തി പത്രോസ്, ക്രിസ്തീയ ഗോളത്തിലെ ആദ്യത്തെ പോപ്പ് പത്രോസ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇപ്പോൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ലാസർ എന്നാണ്. ലാസർ തീർന്നു പോയ ഒരു മനുഷ്യനാണ്. തീർന്നു പോയ മനുഷ്യനെ യേശു പുറത്തു കൊണ്ടുവരികയാണ്. ഈ പകൽക്കാലം ഈ പ്രസംഗം ഈ ചത്തോങ്കരയുടെ പല ഭാഗങ്ങളിൽ ശ്രവിക്കുന്ന ദൈവവൈതലേ, ഒരുപക്ഷെ നീ തീർന്നു പോയി, ഇനി രക്ഷയില്ല എന്നൊക്കെ പലരും നിന്നെ കുറിച്ച് വിധി എഴുതിയിരിക്കാം. എന്നാൽ യേശു പറയുന്നുണ്ട്, നീ തീർന്നിട്ടില്ല. നിനക്ക് രക്ഷയില്ല എന്ന് വിധി എഴുതിയവരുടെ മുമ്പിൽ നീ രക്ഷയുള്ളവനായി പുറത്തു വരാൻ പോവുക. നീ തീർന്നിട്ടില്ല, തീർക്കാൻ ഒക്കത്തില്ല. കാരണം
ഇവിടെ ലാസർ തീർന്നു പോയി എന്ന് പറഞ്ഞ പശ്ചാത്തലങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ കടന്നു വരാം. എന്നാൽ ഇവിടെ ഇന്ന് തൽക്കാലം വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ ഇവിടെ വായിക്കപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 11-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ളതായ ചില വേദഭാഗങ്ങൾ. യേശു മേൽപോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാല് കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കെട്ടഴിപ്പിയും അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇവിടെ ഒരു മനുഷ്യന്റെ കല്ലറയുടെ അടുക്കൽ കർത്താവ് വന്നിട്ട് ആ മനുഷ്യനെ ജീവനുള്ളവനായി പുറത്തു കൊണ്ടുവരികയും ആ മനുഷ്യൻ ജീവനുള്ളവനായി പുറത്തു വന്നെങ്കിലും കെട്ടപ്പെട്ടവനായിരുന്നു തന്റെ ജീവിതമുണ്ടായിരുന്നു. എന്നാൽ കെട്ടപ്പെട്ട് കിടന്ന മനുഷ്യനെ നോക്കിയിട്ട് യേശു പറയുകയാണ്, അവന്റെ കെട്ടഴിപ്പിനവൻ പോകട്ടെ. ഈ ലാസറിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ലാസറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മറിയയുടെയും അവരുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യയിലെ ലാസർ. അപ്പോൾ മറിയ എന്ന് പറയുന്ന സ്ത്രീയുടെയും മാർത്ത എന്ന് പറയുന്ന സ്ത്രീയുടെയും സഹോദരനാണ് ലാസർ. ഈ ലാസർ അദ്ദേഹത്തിൽ താമസിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ബഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ബഥാന്യയിലെ ലാസർ ഈ മനുഷ്യൻ ഒരിക്കൽ രോഗിയായിട്ട് കിടന്നു. തനിക്ക് രോഗം വന്നപ്പോൾ ഈ മാർത്തയും മറിയയും വേറെ ചില ആൾക്കാരെ യേശുവിന്റെ അടുക്കൽ വിട്ടിട്ട് യേശുവിനോട് പറയിപ്പിക്കാനായിട്ടിടയായി. കർത്താവിനോട് ഇങ്ങനെ വന്ന് പറഞ്ഞു, കർത്താവ്, നിനക്ക് പ്രിയനായവൻ യേശുവേ, നിന്റെ പ്രിയപ്പെട്ടവൻ രോഗിയായിട്ട് കിടക്കുന്നു. നീ ഒരു പ്രാവശ്യം വന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ സ്ത്രീകൾ 2 പേരും യേശുവിന്റെ അടുക്കൽ വന്നില്ല. ഈ സ്ത്രീകൾ 2 പേരും യേശുവിന്റെ അടുക്കൽ ആളിനെ പറഞ്ഞയച്ചു. പറഞ്ഞയച്ച ആൾക്കാര് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവ്, നീ ഒരു പ്രാവശ്യം വന്ന് ഈ ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ കർത്താവ് ആ വാക്ക് കേട്ടിട്ട് ഉടനടി ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടേക്ക് വന്നില്ല. യേശു അവിടെ തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ദീനം മരണത്തിനല്ല. അപ്പോൾ ഈ ലാസർ എന്ന് പറയുന്ന വ്യക്തി രോഗത്തിൽ കിടക്കുന്നത് അവൻ മരിക്കുവാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാണെന്ന് യേശു പറയുന്നുണ്ട്, ദൈവനാമം മഹത്വത്തിന് വേണ്ടിയാണ്. അപ്പോൾ ലാസറിന്റെ ജീവിതത്തിൽ ഈ രോഗമുണ്ടായത്, ലാസറിന്റെ ജീവിതത്തിൽ ഈ അസുഖം സംഭവിച്ചത് എന്തിനാണെന്ന് യേശു പറയുന്നു, ദൈവനാമം മഹത്വത്തിന് വേണ്ടിയാണ്. ഈ പകൽക്കാലം ഈ പ്രസംഗം ശ്രമിക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നാൽ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാൽ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നാൽ, ഞാൻ ആത്മാവിൽ ഒരു ദൈവിക സന്ദേശം വിളിച്ചു പറയാം. എന്തിനാണ് ഈ കഷ്ടത എന്നറിയാമോ? എന്തിനാണ് ഈ വേദന എന്നറിയാമോ? എന്തിനാണ് ഈ രോഗമെന്നറിയാമോ? ഈ രോഗം കൊണ്ട് നിന്നെ തീർക്കാനല്ല, ഈ വേദന കൊണ്ട് നിന്നെ തീർക്കാനല്ല, ഈ കഷ്ടം കൊണ്ട് നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ എന്തിനാണ് യേശു പറയുന്നു, ഈ രോഗം മരണത്തിനല്ല, ദൈവനാമ മഹത്വത്തിനാണ്. ഇപ്പോൾ നീ കടന്നു പോകുന്ന ഈ വിഷയം ഇതിവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ഇതിലൂടെ ഒരു മഹത്വം കർത്താവിന് വെളിപ്പെടുത്തുവാറുണ്ട്. യേശുവിനൊരു മഹത്വം വെളിപ്പെടുത്തുവാറുണ്ട്. ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നമുക്ക് പോകാം. നമ്മുടെ സ്നേഹിതനായ ലാസർ താൻ രോഗിയാണെന്ന് പറഞ്ഞ് തന്റെ സഹോദരിമാർ ആൾക്കാരെ എന്റെ അടുക്കൽ പറഞ്ഞയച്ചായിരുന്നു. ആ മനുഷ്യൻ രോഗത്തിൽ കിടന്നു, ആ മനുഷ്യൻ മരിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ആ മനുഷ്യന്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് യേശു പോകാമെന്ന് പറഞ്ഞവരെ ബലപ്പെടുത്തിയപ്പോൾ ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളവിടെ പോയതല്ലേ, കഴിഞ്ഞ പ്രാവശ്യം കർത്താവ്, കഴിഞ്ഞ പ്രാവശ്യം ഞാനും നിങ്ങളും കൂടി അവിടെ പോയതല്ലേ. പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോ അവിടെയുള്ള ആൾക്കാർ നമ്മൾ ഒരു പ്രാവശ്യം കല്ലെറിയാനെന്ന് ഭാവിച്ചതല്ലേ. പിന്നെയും നീ അവിടെ പോകാൻ തീരുമാനിച്ചോ? ഇനി അവിടെ പോകണ്ട എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്വന്തം ശിഷ്യന്മാര്
പോക്ക് വിലക്കം ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ കർത്താവ് ആ വാക്ക് കേട്ട് പോകാതിരുന്നില്ല. അതുപോലെയാ നാമും പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, യേശുവിന് വേണ്ടി ചെയ്യുമ്പോൾ, ഇന്നലെ പ്രസംഗിച്ചതല്ല ഇന്ന് പ്രസംഗിക്കണോ എന്നൊക്കെ പറഞ്ഞാൽ മടിപ്പിക്കും. ഇവിടെ യേശുവിനോട് പറയുകയാണ്, ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം നീ ഒന്ന് പോയതല്ലേ, അന്ന് നീ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടെ കൂടി നിന്നെ കല്ലെറിയാൻ വേണ്ടി ഭാവിച്ചതല്ലേ, നീ പിന്നെയും പോകാൻ തീരുമാനിച്ചോ, ഇനി നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ ശിഷ്യന്മാര് വിലക്കം ചെയ്തു. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. പകലിന് 12 മണി നേരമില്ലേ? പകൽ സമയത്തിന് 12 മണി നേരമില്ലേ? അവരെഴുതിയിരിക്കുകയാണ്, പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. പകൽക്കാലങ്ങളിൽ നടക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിന്റെ വെളിച്ചമുണ്ട്, അതുകൊണ്ട് അവന് ഇടറുന്നില്ല. അവന് തൊട്ടു താഴെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായതുകൊണ്ട്. അപ്പോൾ രാത്രിയിൽ നടക്കുന്ന ഒരു മനുഷ്യന് വെളിച്ചം ലഭിക്കത്തില്ല, അതുകൊണ്ട് അവൻ ഇടറുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു തിരിച്ചു പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്നവരോട് പറഞ്ഞു. യേശു പറയുകയാണ്, നമ്മുടെ സ്നേഹിതനായ ലാസർ, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ലാസർ, എന്റെ സ്നേഹിതനാണവൻ, അവൻ ഉറങ്ങുകയാ, അവൻ നിദ്ര കൊള്ളുകയാ, ഞാൻ പോകുകയാണ് അവനെ ഉണർത്തുവാൻ വേണ്ടി. ഉടനെ ശിഷ്യന്മാര് യേശുവിനോട് പറഞ്ഞു, ഉറങ്ങുകയാണെങ്കിൽ ഉണർന്നുകൊള്ളും. യേശുവോ അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഈ ലാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഉടനെ കർത്താവ് ഉറക്കത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ശിഷ്യന്മാർ വിചാരിച്ചു. കർത്താവ് ഈ ബഥാനിലേക്ക് വരുവാൻ തീരുമാനിച്ചിരിക്കുക, മരിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് കർത്താവ് വരാൻ തീരുമാനിച്ചിരിക്കുക. എവിടെയാ എന്ത് മരണമാണെന്ന് ചോദിച്ചാൽ, താനിപ്പോൾ മരിച്ചിരിക്കുന്ന ആത്മീക മരണത്തിൽ നിന്ന്. ആത്മീകമായി താൻ മരിച്ചു കിടക്കുക. ലാസർ മരിച്ചു. എന്നാൽ ഈ മരിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് യേശു വരാൻ തീരുമാനിച്ചു. യേശു അവിടെ വന്നപ്പോൾ ഈ ലാസറിന്റെ സഹോദരിമാരിൽ ഒരാൾ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ, നിന്റെ സ്നേഹിതൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു അവിടെ ഉള്ള കാര്യം സഹോദരിമാർക്ക് പിടികിട്ടിയിട്ടില്ല. ഇതുപോലെ പല പുള്ളികൾക്കും വീട്ടിൽ ബൈബിൾ ഉണ്ട്, പക്ഷെ യേശുവിനെ അറിയത്തില്ല. വീട്ടിൽ ബൈബിൾ ഉള്ളത് കൊണ്ടായിട്ടില്ല, യേശുവിനെ കൂടെ വീട്ടിൽ കൊണ്ടുപോകണം. ഇവിടെ പറയുകയാണ്, കർത്താവ്, നീ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സ്നേഹിതൻ മരിക്കില്ലായിരുന്നു, ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഉടനെ കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂരെ വിളിച്ചു പറയട്ടെ, ചെത്താങ്ങരയെ, നിനക്കൊരു വിശ്വാസമുണ്ടോ? തീർന്ന വിഷയത്തിന്റെ നടുവിൽ ഈ ദിവസം നീ മഹത്വം കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം തീർന്നു എന്ന് ലോകം വിധിയായിരുന്നു, അവസാനിച്ചു എന്ന് ലോകം വിധിയായിരുന്നു. എന്നാൽ യേശു വിളിച്ചു പറയും തീർന്നിട്ടില്ല, എന്നാൽ യേശു വിളിച്ചു പറയും അവസാനിച്ചിട്ടില്ല. അവൻ തുടങ്ങാൻ പോവുകയാണ്, അവൻ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നാൽക്കാലം ദൈവമേ, നീ തീർക്കുമെന്ന് ലോകം വിധിയായിരുന്നോ, നീ തീർക്കുമെന്ന് ലോകം വിധിയായിരുന്നോ? യേശു വിളിച്ചു പറയുന്നു, ഇല്ല ഇല്ല ഇല്ല, അവൻ തീരത്തില്ല, അവനെ തീർക്കാൻ ഒക്കത്തില്ല. കാരണം മരണത്തെയും പാതാളത്തെയും ജയിച്ച ദൈവത്തെ സേവിക്കുന്ന ദൈവമൈതനെ, നിനക്ക് ഇനി അവസാനമില്ല. ദൈവം നിന്നെ ജയിപ്പിക്കാൻ പോവുക, ക്രിസ്തുവിന്റെ ജയം നിന്നെ വരാൻ പോവുക. ഇവിടെ കർത്താവ് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാലേ ഒക്കത്തുള്ളൂ, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് പറഞ്ഞിട്ട് കർത്താവ് ഈ കല്ലറയുടെ അടുക്കൽ വന്നു. ഉടനെ ഈ സ്ത്രീ വീണ്ടും കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇനി യാതൊരു രക്ഷയുമില്ല, നാറ്റം വെച്ചു 4 ദിവസവും കൂടെയായി, തീർന്നു. ലാസർ മരിച്ചിട്ടുണ്ട്, അവന്റെ ശരീരം ചുറ്റി വീഴുന്നുണ്ട്, അവന്റെ ശരീരം നാറ്റം വയ്ക്കാൻ തുടങ്ങി, അവന്റെ ശരീരത്തിന്റെ വാട കാരണം ഇവിടെ ആർക്കും കിടക്കുവാൻ പറ്റുന്നില്ല. കർത്താവ് അവസാനിച്ചു, ഇനി രക്ഷയില്ല. കർത്താവ് ആ സാഹചര്യത്തിന് നടുവിൽ വന്നിട്ട് ആ സ്ത്രീയോട് യേശു പറയുകയാണ്, കല്ല് നീക്കുകയും നിന്നെ തീർന്നു നാറ്റം വെച്ചെന്നുള്ള വിഷയത്തിന് കല്ല് നീ ഒന്ന് മാറ്റിയാട്ടെ. ഇവിടെ കർത്താവ് പറയുകയാണ്, കല്ല് നീക്കുകയും എന്ന് യേശു പറഞ്ഞു.
കല്ല് മാറ്റാൻ യേശുവാ പറഞ്ഞത്. ഇന്ന് ഓർക്കാലം നിന്റെ മുമ്പിൽ നിനക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ആ ഉരുട്ടി വച്ചിരിക്കുന്ന, നീ തന്നെ ഉരുട്ടി വച്ചിരിക്കുന്ന ആ വലിയ കല്ലുണ്ടല്ലോ, നീ തന്നെ അങ്ങോട്ട് ഉരുട്ടി മാറ്റണം. ഉരുട്ടി മാറ്റാൻ പ്രവാചകനെ വീട്ടിൽ വിളിക്കണ്ട, ഉരുട്ടി മാറ്റാൻ രോഗസൗഖ്യക്കാരനെ വീട്ടിൽ വിളിക്കണ്ട, ഉരുട്ടി മാറ്റാൻ ആരെയും വിളിക്കണ്ട. സ്വയം ഉരുട്ടണം, സ്വയം ഉരുട്ടി മാറ്റണം. ഇവിടെ യേശു പറയുകയാണ്, കല്ലുരുട്ടി മാറ്റിയാട്ടെ, ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റിയാട്ടെ. ഇത് പറഞ്ഞിട്ട് കർത്താവ് കല്ലറയുടെ മുമ്പിലേക്ക് വരികയാ. യേശു കല്ലുരുട്ടി മാറ്റിയ കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് യേശു പറയുന്ന വാക്കാണ്, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. യേശു പറയുകയാണ്, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും കർത്താവേ, അങ്ങനെയൊക്കെ ഞാൻ അറിയുന്നുണ്ടെങ്കിലും കർത്താവേ, എന്നെ ചുറ്റും നിൽക്കുന്ന പുരുഷാരം, എന്റെ ചുറ്റും ഒരുപാട് പുരുഷാരം നിൽപ്പുണ്ട് പിതാവേ. അവരുടെ നിമിത്തം പിതാവേ ഞാൻ പറയുന്നു എന്ന് യേശു പറഞ്ഞു. അവരുടെ നിമിത്തം, പുരുഷാരത്തിന്റെ നിമിത്തം യേശു പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ലാസറേ